അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ഖുസൂസിയാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഖുസൂസിയത്താണ് അവിടത്തേക്ക് നേരില്ലാതിരിക്കുക എന്നത്. കാരണം അവിടെ നിന്ന് നൂറാണ്. കുരുവട്ടൂരി നൗഷാദ് മൗലവി പറയുന്നത് തന്നെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്. ഹബീബായ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഹബീബായ തങ്ങൾ നൂറാണെന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണ് അവിടത്തേക്ക് നെയലുണ്ടായിരുന്നില്ല എന്ന വാദം. കേട്ടില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടായിട്ടില്ല. അതിന് ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുകൂടി നൗഷാദ് പറയുന്നത് നമ്മളൊന്ന് കേൾക്കാം. ഹബീബായ തങ്ങളെ കുറിച്ച് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി പറഞ്ഞത്, ഹബീബായ തങ്ങൾക്ക് നയലില്ല, വലം യകുൽ ലഹു ദില്ലുൻ അസ്ലാ. ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും നയലുണ്ടായിട്ടില്ല. ലിഅന്നഹു കാന നൂറാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറായിരുന്നു. ഇത് ഈ അടുത്ത് 2 ദിവസം മുമ്പ് പ്രസംഗിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നിഴലുണ്ടായിട്ടില്ല. നിഴലുണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഈ മൗലവി പിന്നെ എങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്കിന് നേര് കണ്ടത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേര് കണ്ടു എന്ന് നൗഷാദ് മൗലവി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഇത് ഷാർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷാർ മുബാറക്ക് എടുത്തു, എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷാർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറിന്റെ അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്, നേല് വന്നതാണ്. കേട്ടില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്ക് അത്തറിൽ മുക്കി അത് വെളിച്ചത്ത് കാണിച്ചപ്പോൾ അതിന് നേല് കണ്ടു. ഇവിടെ നമ്മൾ ചോദിച്ചു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്നല്ലേ? ആ നൂറാനിയത്തിനെ മറക്കാൻ പറ്റിയ അത്ര ഏതാണ് മൗലവി എന്ന് ചോദിച്ചപ്പോ അതിന് മൗലവി പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കൂ. ആദ്യം കണ്ടു എന്നല്ല, ഷാർ മുബാറക്കിന് കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ലൽക്ക് കേൾക്കി. അതിൽ പറയുന്നത് എന്താ? അത്തർ ഒഴിച്ചു. അത്തർ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള അത്തർ, 1, 2, 3, 4 എന്നല്ല, ഒരുപാട് ഒഴിച്ചപ്പോൾ നല്ല കട്ടിയുള്ള ആ അത്തറിന്റെ നേല് കണ്ടു എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? നല്ല കട്ടിയുള്ള 2, 3, 4, 5 അത്തറ് ആണ്ട് അതിൽ ഒഴിച്ചപ്പോ ഷാർ മുബാറക്കിന് നേര് കണ്ടു. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, എത്ര കട്ടിയുള്ള അത്ര ഒഴിച്ചാലും എങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറല്ലേ? അവിടുത്തെ ഷാർ മുബാറക്കിലും ആ നൂറ് പ്രതിഫലിക്കൂലേ? ആ ഷാർ മുബാറക്കിന്റെ നൂറാനിയത്തിനെ മറക്കാൻ പറ്റിയ ഏത് അത്ര മൗലവി ഉള്ളത്? അങ്ങനെ വരികയാണ് എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ധരിച്ച് സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചത്തിൽ നടക്കുമ്പോ ആ വസ്ത്രത്തിന് നേര് കാണൂലേ? നിങ്ങളുടെ ഈ വാദപ്രകാരം അത്രനേക്കാളും കട്ടിയുള്ളതല്ലേ അവിടുന്ന് ധരിച്ച വസ്ത്രം? എത്ര കട്ടിയുള്ള അത്ര ആണെങ്കിൽ പോലും അപ്പൊ ആ വസ്ത്രത്തിന് നേര് കാണൂലേ? എന്ത് വാദമാണ് നിങ്ങൾ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറല്ലേ? ആ നൂറിനെ മറക്കാൻ പറ്റിയ ഏത് സാധനമാണ് ഇവിടെ ഉള്ളത്? എങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്കിന് നിങ്ങൾ നേര് കണ്ടത്? എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നാ പറഞ്ഞത്. ഇനി അതിനെ തള്ളാൻ പറ്റുമോ? അതൊക്കെ ജാഹിലിയ്യ കാലത്ത് പറഞ്ഞതാണ്, അതൊന്നും കൊണ്ടുവരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അനുഭവമാണ്, അനുഭവത്തെ ഒരിക്കലും തള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അത് കളവ് പറഞ്ഞതായിരുന്നു എന്ന് സമ്മതിക്കണം. ഞാൻ ശരിക്കും അന്ന് നേര് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരുപാട് കളവുകൾ ഈ കുരുവട്ടൂർ ത്വരീഖത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കളവ് പറഞ്ഞതാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. അതേ സമയത്ത് അത് കളവല്ലായിരുന്നു എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറാനിയത്തിനെ മറിച്ച് നേര് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? അത് പറയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ കണ്ട നേരിനെ സുബൂത്താക്കാൻ വേണ്ടി നൗഷാദ് മൗലവി പറയുന്നുണ്ട്, നേര് എന്നുള്ളത് അതൊരു മൊയ്ജിസത്താണ് എന്ന് പറഞ്ഞാൽ നേരില്ലാതിരിക്കാൻ എനിക്കാണ് ഉദ്ദേശിച്ചത്. നേരില്ലാതിരിക്കുക എന്നുള്ളത് ഒരു മൊയ്ജിസത്താണ്. വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മൊയ്ജിസത്ത് എല്ലാ സമയത്തും പ്രകടമായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഇനി ഷാർ മുബാറക്കിന് നേര് കണ്ടു എന്ന് വന്നാൽ തന്നെ അത് ഷാർ മുബാറക്കല്ല എന്ന് പറയാൻ പറ്റൂല എന്ന് ഈ നൗഷാദ് മൗലവി തന്നെ പറയുന്നുണ്ട്. അത് രണ്ടും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു മോചിതത്താണ്. അതിനിപ്പോ ഉണ്ടായി എന്ന് തോന്നിയാൽ തന്നെ അത് ഷാർ മുബാറക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല. പഠിച്ചു വെച്ചോ, മുഅ്ജിസത്ത് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകണമെന്നില്ല മോനെ. അത് മുഅ്ജിസത്തിനെ കുറിച്ച് കുട്ടി പഠിക്കാത്തത് കൊണ്ടുള്ള അബദ്ധമാണ്. ഇപ്പോ എന്തായി നൗഷാദ് മൗലവി പറയുന്നത്? നേരില്ലാതിരിക്കുക എന്നുള്ളത് ഒരു മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞാൽ ഹദ്ദൗസത്തെ ഞാൻ ഒഴിവാക്കിയാൽ, മന്ദിക്ക് ഓടിച്ചാലാണല്ലോ നമ്മള്, ഇതിന് ഹദ്ദൗസത്താണ്ട് ഒഴിവാക്കിയാൽ എന്ത് കിട്ടി? നേരില്ലാതിരിക്കുക എന്നുള്ളത് എല്ലാ സമയത്തും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആ ഖുസൂസിയത്ത് ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാവൂല. അപ്പൊ ചിലപ്പോഴൊക്കെ നേരുണ്ടാകും. ഉണ്ടായ സമയത്താണ് മൂപ്പർ എന്ത് കണ്ടത്? ഷാർ മുബാറക്കിന് നേര് കണ്ടത്. ഇതാ മൂപ്പർ സ്ഥിരപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച നൗഷാദ് മൗലവി 2 ദിവസം മുമ്പ് പറഞ്ഞത് എന്താണ്? അതും കൂടി ഒന്ന് കേട്ടു നോക്കുക.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് നേലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നൂറാനിയത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടില്ലേ? ഇതേ ചോദ്യം തന്നെയാണ് നൗഷാദിനോട് നമുക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്നു ഷാർ മുബാറക്കിന് നേര് കണ്ടു, അങ്ങനെ നേര് കണ്ടു എന്ന് പറഞ്ഞാൽ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടില്ലേ? എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്?